ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ടാലോ? വായോ. ചമ്മന്തിക്കുള്ള കൊഞ്ച് വറുക്കുകയാണ്. സാധനങ്ങളെല്ലാം എടുത്തു. തേങ്ങ, മുളക് പൊടി, പിന്നെ ഇഞ്ചി, കാന്താരി, കൊച്ചുള്ളി, പിന്നെ കൊഞ്ച്, പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് ബാക്കി കാണാം. അരയ്ക്കുന്നത് കല്ലൊക്കെ കഴുകിയിട്ട് ഇനി ഓരോന്നായിട്ട് എടുത്തു നോക്കാം. അമ്മയാണ് അരയ്ക്കുന്നത്. മുളക് പൊടിയും അരച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ കൊഞ്ചിട്ട് അരയ്ക്കുന്നത്. ഉപ്പും ഇടുന്നു. ഓക്കെ, ഇനി ബാക്കി അരച്ചിട്ട് ഉള്ളി, ഇഞ്ചിയും ഉപ്പും കാന്താരി മുളകും ഒക്കെ ഇട്ട് ഇനി ബാക്കി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുവാണ്. ഉള്ളി ചതച്ചു. ഇനി നമുക്ക് കൊഞ്ച് ചതച്ചെടുക്കാം. ചട്ടി ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി. ചമ്മന്തി ഇവിടെ റെഡിയായി. കൊഞ്ച് ചമ്മന്തി. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരത്തോരനാണ്. ചീരയൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ചീരത്തോരൻ നമ്മളിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പം എണ്ണ ഒഴിക്കുക. ചീരത്തോരൻ ഉണ്ടാക്കാൻ ഞാൻ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ, പിന്നെ ഞാൻ ഇടുന്നതേ ഉള്ളൂ. ചൂടായതിന് ശേഷം കടുകിട്ടു. ഈ മുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ്, വയലറ്റ് കളർ മുളക്. അതിട്ട് കൊടുക്കുക. ഇട്ടോ ഇനി നമുക്ക് ചീരയിടാം. ചീരത്തോരൻ റെഡിയായി. ഫിഷ് ഫ്രൈ അതിന് വേണ്ടി പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് 2 കറിവേപ്പില വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മീൻ വെച്ച് അത് ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ മീൻ വറുത്തത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബുൾസ അടിക്കാം. ബുൾസ അല്ല, ഓംലെറ്റ് അടിക്കാം. അടുത്ത നമ്മൾ മുട്ടയ്ക്കുള്ളത് എടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു. പച്ചമുളക് അമ്മ പറയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച പച്ചമുളക് ഇത്. മുട്ട ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അവിടെ. കുറച്ച് ഉപ്പ് ഇട്ടോ, കുറച്ച് ഉപ്പും കൂടി ഇടുക. അങ്ങനെ ഇത് ഓംലേറ്റ് അടിക്കാനുള്ള സാധനം റെഡിയായി. അങ്ങനെ മുട്ട തിരിച്ചിട്ടു. അങ്ങനെ മുട്ടയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പൊതിയുന്നത് കാണിക്കാം. ഇലയില്ലാതെ എന്ത് പൊതിച്ചോറ്. അങ്ങനെ ഞാനും അമ്മയും കൂടി പോയി ഇല വെട്ടിക്കൊണ്ട് വന്നു. അപ്പം നമ്മുടെ മെയിൻ സാധനം ഇല വാട്ടുവാണ്. ഇലയെല്ലാം വാട്ടി ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇല വെച്ചു. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറെല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറിട്ടു. ചീര വെച്ചു. ഇനി നമുക്ക് മാങ്ങ അച്ചാർ വെക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി അച്ചാർ വെക്കാം. വെളുത്തുള്ളി അച്ചാർ നമ്മൾ മേടിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് കൊഞ്ച് ചമ്മന്തി വെക്കാം. ഇനി ഒരു മീൻ വറുത്തത് വെക്കാം. അടുത്തത് മുട്ട വെക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൊതിച്ചോറ് റെഡി. ഇനി നമുക്ക് പൊതിഞ്ഞ് നോക്കാം. ഇലയിൽ പൊതിഞ്ഞ് വെക്കാം. ഓക്കെ, അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു.
തുറന്നപ്പം നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബായ്.